ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ 3 പേരോട് പുറത്ത് പോവാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അതുപോലെ തന്നെ ഫുഡ് കഴിച്ചിട്ട് വരാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ബസ്സിൽ കയറുന്നതിന് മുമ്പ് ഞങ്ങൾ ചായ കുടിച്ചിട്ടാണ് കയറിയത്. ഈ ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ സാധാരണ ബിരിയാണിയൊക്കെ നേരത്തെ വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ നാളെ ഞങ്ങൾ എല്ലാവരും വീട്ടിൽ പോവാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒന്നും വരാനോ ഇങ്ങനെ ചായ കുടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവസാനം ഒരു ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ബസ്സിൽ കയറി ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയി. അവിടെ പോയിട്ട് പിന്നെ നമ്മൾ നേരെ ഗ്രോസറി സ്റ്റോറ്, പിന്നെ ഇതുപോലെ ബിസ്ക്കറ്റ് ഇരിക്കുന്ന സ്ഥലം എല്ലായിടത്തും പോയി നോക്കുകയായിരുന്നു. കാരണം ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ട് നമുക്കിനി ഒരുമിച്ച് വരാൻ പറ്റത്തില്ല, അപ്പോൾ നമ്മളെല്ലാം കറക്റ്റ് കണ്ടിട്ട് പോവാം. അങ്ങനെ എല്ലാം കണ്ടിട്ട് പിന്നെ പിങ്ക് സോൾട്ട് കണ്ടു. ഞങ്ങൾ നേരത്തെ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ട് ഈ സാധനത്തെ പറ്റി, പക്ഷേ ഞങ്ങൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കി അതിൻ്റെ വിലയൊക്കെ നോക്കും. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് തമ്മിൽ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫാൻസി സ്റ്റോറിൽ കയറിയിട്ട് അതൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. കാരണം മറ്റാൾ അറിയാതെ വേണം നമ്മളിത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ കൂടെ നിൽക്കുകയും വേണം, പർച്ചേസ് ചെയ്യാൻ വേണം. അതായിരുന്നു. പിന്നെ ഞങ്ങൾ ബില്ലൊക്കെ ചെയ്തതിന് ശേഷം അവിടെ പിന്നെ ലിപ്സ്റ്റിക് സെക്ഷനിലോട്ട് പോയി. അവിടെ നിന്നും കുറച്ച് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞങ്ങൾ സാധാരണ കയറുന്ന ഷോപ്പാണിത്. ഞങ്ങൾ വേറൊരു ഷോപ്പിൽ കയറാൻ നേരച്ചാണ് ഇരുന്നത്, പക്ഷേ അത് എന്ത് പറ്റിയോ തുറന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അത് കുറച്ച് സങ്കടമായി. കാരണം ഞങ്ങളത് അവസാനം പോകുന്നതിന് മുമ്പ് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷേ അത് പറ്റിയില്ല. പിന്നെ പിക്ക് ആൻഡ് മിക്സിൽ തന്നെ കയറി. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് നൂഡിൽസും പിന്നെ ഷഫ്ന മാത്രമാണ് ബിരിയാണി വാങ്ങിയത്. ഞാൻ തേഴ്സിനെയും നൂഡിൽസായിരുന്നു. ഞങ്ങൾ നല്ല പ്ലാനിങ്ങും കാര്യങ്ങളും ആയിരുന്നു. കാരണം വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കണം പോകുന്നതിന് മുമ്പ്. അപ്പം ഇവിടുത്തെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ കഴിച്ചിട്ട് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ ആ ഷോപ്പ് എന്തോ ഭാഗ്യവശാൽ തുറന്നില്ല. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന രീതിയിൽ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി. ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറേ ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ടാണ് വന്നത്. കാരണം നമുക്ക് സഞ്ചിയൊക്കെ വേണമായിരുന്നു. പിറ്റേ ദിവസം നമ്മൾ വീട്ടിൽ പോകുമ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ട് നല്ല കവർ വേണം. അപ്പോൾ പിന്നെ അതിന് വേണ്ടി കയറി ഒത്തിരി കടകളിൽ കയറി ക്ഷീണിച്ചാണ് പിന്നെ ഞങ്ങൾ ഈ കടയിലെത്തിയത്. അതിൻ്റെ ആക്രാന്തമാണ് ഫുഡ് കഴിക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ നേരെ നെക്സ്റ്റ് ബസ് കയറിയിട്ട് നമ്മൾ ഹോസ്റ്റലിലേക്ക് വരുവാണ്. അപ്പോൾ ഞങ്ങൾ സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറച്ച് നടന്ന് വരാനുണ്ട് ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക്. അതാണ്ട് ഈ തേഴ്സിൻ്റെ കയ്യിരിക്കുന്ന ഈ സഞ്ചിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ആ കട മൊത്തം ഇറങ്ങിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്